ഓണമാണ്. അപ്പം ക്ഷമയോടുകൂടി ഓണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഇത് കഴിഞ്ഞുള്ള സെഷനുകളൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ആത്മമായിട്ടുള്ള കുറേ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അനുഭവിച്ചു കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാമല്ലോ, കുറേ വർഷങ്ങളായിട്ട് ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ അനുസരിച്ച് വർഷങ്ങളായിട്ട് ഓണാഘോഷങ്ങളില്ലായിരുന്നു. കാരണം നമുക്കൊക്കെ വളരെ പ്രയാസം ഉണ്ടാക്കിയ, ഓരോ വീട്ടിലും പ്രയാസം ഉണ്ടാക്കിയ ഒരു 7 വർഷക്കാലത്ത് മുമ്പ് ഇവിടെ ഒരു വലിയ മുസ്ലിം ഉണ്ടായിക്കൊണ്ട് ഒരു കൊലപാതകം സംഭവിച്ചു. നമുക്ക് ഒത്തൊരുമിച്ച് ഓണം ആഘോഷം പോകാമെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അടുത്ത വർഷം എൻ്റെ കൗൺസിൽ ജീവിതത്തിൻ്റെ 5ാം വർഷമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും നല്ല രീതിയിൽ ആൾക്കാരൊക്കെ വരണം. കാരണം അതിലേക്ക് വനിതാ പാടാണ് കേട്ടോ. ഞാൻ കാണുന്നത് എത്ര സന്തോഷം, എത്ര സന്തോഷം കേട്ടോ, എത്ര സന്തോഷം. ആദ്യത്തിലെ യോഗാധ്യക്ഷൻ ബഹുമാനിയായ എൻ്റെ സഹപ്രവർത്തന 13ാം വാർഡ് കൗൺസിലറായ ശരത്ചന്ദ്രൻ, ഏറ്റവും ആദരണീയനായ ഞങ്ങളെല്ലാം ഏറ്റവും മൂത്ത ജ്യേഷ്ഠനായി കരുതുന്ന മുൻ നഗരസഭാ ചെയർമാനും കേരള കോൺഗ്രസിലെ വൈസ് ചെയർമാനുമായ ബഹുമാനിയായ രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് പറഞ്ഞ് 12 മിനിറ്റ് ചിരിച്ചുകൊണ്ട് നിങ്ങളോട് ഇടപെടാൻ പറ്റുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞങ്ങൾ. പലപ്പോഴും ഞങ്ങൾ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ഞാൻ ഇടപെടുന്ന കാര്യത്തിൽ യാതൊരു മറ്റുള്ളവരുടെ അടുത്ത് നിഷ്കളങ്കമായി ഇടപെടാൻ പറ്റുന്നവരും ഞങ്ങൾക്ക് പോലും ഇല്ല. ഞങ്ങൾ കാണുന്ന ഉടനെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് മറുപടി പറയുന്നത്. കഴിഞ്ഞ 5 വർഷം, ഇതിപ്പം പറഞ്ഞു 4ാമത്തെ വർഷമാണ്. 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സാധനം അടുത്ത ഏതെങ്കിലും പാടി കാണും. ഇത്രയും ഒരു ഓണം ദിവസം തന്നെ ഇത്രയും പേരെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. എല്ലാവരും ഓണത്തിന്റെ തിരക്കും ഓണത്തിന് സദ്യയും കഴിച്ചു കഴിഞ്ഞൊന്ന് മയങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കൗൺസിലറുടെ വാക്ക് കേട്ടാണ് ഇത്രയും പേര് ഇവിടെ വരാൻ പറ്റിയത് അല്ലേ? 3 മണിക്കാണ് പരിപാടി വെച്ചെങ്കിലും 4 മണി ആയപ്പോൾ രാഴ്ച എന്നെ വിളിച്ച് ചോദിച്ചു, എടാ പരിപാടി ഇല്ലയോ? അതാ രാഴ്ച. ഞാൻ വച്ചാൽ ഉണ്ട്, ഒരു 4:15 വരാൻ പറഞ്ഞു. അങ്ങനെ ആശംസ പറയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ രാജൻ കണ്ണാട്ട്, കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാനും മുൻ മുനിസിപ്പൽ ചെയർമാനായ ശ്രീ രാജനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആശംസ പറയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുന്നു. ഒരു നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കും. ഏറെ ബഹുമാന്യനായ എൻ്റെ പ്രിയ അർജന്റ സ്ഥാനത്ത് ഞാൻ കരുതുന്ന നിങ്ങളുടെ വാർഡ് കൗൺസിലർ കൂടിയായ ശ്രീ ശരത്, ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഞങ്ങളെ എല്ലാം പ്രിയപ്പെട്ട ഒരു കുഞ്ഞനീക്കിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ദീർഘകാലം ഏതാണ്ട് 2 പതിറ്റാണ്ടോളം നഗരസഭയുടെ ജനപ്രതിയായിരിക്കുകയും 3ാമത്തെ പ്രാവശ്യം ചെയർപേഴ്സണാകുകയും ചെയ്ത ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടക ആദരണീയായ ശ്രീമതി ശോഭ വർഗീസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കുമാരി, ഞങ്ങളെയൊക്കെ പ്രിയങ്കരനും സഹപ്രവർത്തകനും വേണ്ടി വിളിച്ചു ചോദിച്ചാൽ, അപ്പോൾ ഈ ഒരു വാർഡിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ശരത്തിനെ സംബന്ധിച്ചിടത്തോളം ശരത്തിനെ കാണുന്നത് പോലെ തന്നെയാണ് ശരത്തിൻ്റെ ഹൃദയം. പുറം കാണുന്നത് പോലെ തന്നെയാണ് ശരത്തിൻ്റെ അകവും. അതേറെ നന്നായി ഞങ്ങൾക്കൊക്കെ അറിയാം, സഹപ്രവർത്തകരായിട്ടുള്ള അറിയാം. ശരത്ത് ഈ ഓണാഘോഷം കൊണ്ടാടുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ അത്ഭുതങ്ങൾ തോന്നിയിട്ടുണ്ട്. എല്ലാ ചിന്തകൾക്കും അതീതമായി നിങ്ങൾ ശരത്തിനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ വാർഡിൽ വിജയിപ്പിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ശരത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശരത്തിൻ്റെ ജീവിതമാണ് മഹാബലിയുടെ സന്ദേശം എന്ന് ഞാൻ പറയും. മഹാബലിക്ക് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവസാനം ഒന്നുമില്ലായിരുന്നു നമുക്കറിയാം. തൻ്റെ സത്യസന്ധത കൊണ്ടും തൻ്റെ നീതിബോധം കൊണ്ടും വാക്ക് പാലിക്കേണ്ടി വന്നതുകൊണ്ട് ഭൂമിയുടെ അവകാശം മുഴുവൻ പോയി.
ആകാശത്തിൻ്റെ അവകാശം മുഴുവൻ, പ്രപഞ്ചത്തിൻ്റെ അവകാശം മുഴുവൻ പോയി. അവസാനം മൂന്നാമത്തെ ചോട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ തല കാണിച്ചു കൊടുത്ത് സർവ്വവും നഷ്ടപ്പെട്ട് പാതാളത്തിലേക്ക് പോയ മഹാബലിയെ സ്മരിക്കുന്ന ദിവസമാണ്. അത്തരത്തിലൊരു മഹാബലിയെ പോലെയാണോ ശരത്തും എന്ന് പലപ്പോഴും ഞങ്ങൾ സഹപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഓണത്തിന് ഞാൻ കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഓണം വലിയൊരു അനുഭവവും ഒരു അനുഭൂതിയുമാണ്. നമ്മുടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ നഗരമാതാവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ. ഒരു മാതൃ സന്ദേശം നമുക്ക് തന്നു ഓണത്തിന്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആ മഹാബലിയുടെ കാലത്ത് നാട് എങ്ങനെ വാണിരുന്നോ അപ്രകാരം ഒരു ദേശമാണ് നാം സ്വപ്നം കാണേണ്ടതെന്നുള്ള ആ വലിയ സന്ദേശം നമുക്ക് ലഭിച്ചു. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, ഒരു പൂർവ്വകാല സ്മരണം. ഈ ഇതിന് പൊക്കിയാൻ പറയുന്നത് കേട്ടോ, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ, കാരണം 27 വാർഡുണ്ടെങ്കിലും 11 വാർഡ് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കും. കാരണം ഈ വാർഡിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ചെയർപേഴ്സൺ ഉണ്ട്, കൗൺസിലർമാരുണ്ടെങ്കിൽ പോലും ഓണം ആഘോഷിക്കുന്ന, തിരുവോണങ്ങളുടെ ഓണം ആഘോഷിക്കുന്ന ഒറ്റ വാർഡ് 27 വാർഡിൽ. അത് നമ്മുടെ 11 വാർഡാണ് കേട്ടോ. ഓക്കെ, അപ്പം എന്നാലും ഇത്രയും ഓണത്തിന് ഇത്രയും വന്ന ആളുകൾ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ കൂടെ നിർപ്പിക്കുന്നില്ല. അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മനു മനുചേട്ടനെ ആദ്യമായി സ്വാഗതം ചെയ്യും. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ ഓണപരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ കൗൺസിലർ കൂടിയായ ശരത്, എൻ്റെ പ്രിയ സുഹൃത്ത്, അതുപോലെ തന്നെ ഈ ഓണപരിപാടി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തക, അതുപോലെ തന്നെ ചെയർപേഴ്സൺ നഗരമാതാവ്. ഇനിയും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അവസാനമായിട്ട് ആശംസ പറയുന്നത് സാമചാരങ്ങൾ കേട്ടോ. ഒരുപാട് ബസ് പിടിച്ചിരിക്കുക, അതുകൊണ്ട് ലാസ്റ്റ് ആശംസയാണ് കേട്ടോ. ഒന്ന് ചിരിച്ചോ, ഒന്ന് കൈയടിക്കാം. ഓക്കെ, നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സാമചാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, എൻ്റെ പ്രിയ സഹോദരൻ കൗൺസിലറുമായ ശരത്ചന്ദ്രൻ, യോഗം ഉദ്ഘാടനം ചെയ്ത എൻ്റെ സഹോദരി ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ശോഭ വർഗീസ്, പ്രിയപ്പെട്ടവരെ, തണ്ടുകളെല്ലാം അവസാനിച്ചു. ഇനിയും പരിപാടി കിടക്കണം കേട്ടോ. മൂന്നാമത്തെ ഒരു പ്രാവശ്യം പറയുന്നു, ഇത്രയും നേരം സഹകരിച്ചതിനോട് നന്ദി. അപ്പോൾ ദയവായിട്ട് നമ്മൾ കലാപരിപാടികൾ ആരംഭിക്കണം. ഓണത്തിൻ്റെ ആഘോഷമായിട്ട് ദയവായിട്ട് ഈ കസേരകൾ ഒരു സൈഡിലേക്ക് മാറ്റുക. ആ കസേര ദൈവത്തെ കേട്ടോ. പ്രവീണേ, എല്ലാവരും ചേർന്നുണ്ട് അന്നേട്ടാ 2 സെക്കൻഡ് കലാപരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് എവിടെയെങ്കിലും എല്ലാവരും അകത്തേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ഓണാഘോഷ പരിപാടിയുടെ തിരുവോണനാളുടെ ഈ ആഘോഷം ഒരുമിച്ച് 13-ാം വാർഡ് പങ്കിടാൻ പോകുന്ന സുസ്ഥിരമാണെന്നുണ്ട്. പാട്ടോ ഡാൻസോ മ്യൂസിക്കോ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയ അവസരമാണ്. ആർക്കും താല്പര്യമുണ്ടോ? കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട്. പാട്ട് പാടുന്നതിലും ഉണ്ടോ? പാട്ട് പാടാൻ താല്പര്യം ഉണ്ടോ? ഇത് ഓണമാണ്, തിരുവോണമാണ്. അതുകൊണ്ട് മടിക്കുന്നുണ്ട്, തെറ്റിയാലും കുഴപ്പമില്ല. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ചെയർപേഴ്സൺ നല്ല തിരക്കാണ്, ഒരുപാട് തിരക്കുള്ള ആളാണ്. അവിടെ പോയിട്ട് വേണം ഏത്തയ്ക്കൊക്കെ ഉണ്ടാകാൻ കേട്ടോ. നല്ല തിരക്കാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി. ആണോ? പാട്ടുകൊണ്ടാരും ഇല്ല. അപ്പൊ ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ആയിട്ട് കലാപരിപാടിയാണ്. ഗോൾ ടൈം എല്ലാം നോക്കണം. ഓക്കെ, നമ്മുടെ ചെയർപേഴ്സൺ പ്രകാരം നമുക്ക് കസേരകൾ. ഓക്കെ, അപ്പൊ കുട്ടികളുടെ കൊച്ചു പെൺകുട്ടികളുടെ കസേരകളെ ഇത് ട്രയലാണ്. വേഗം വേഗം
ഒരാൾ ഔട്ട്. ഒരു കസേര മാറ്റേ. നല്ല കളി. പ്രവീൺ സ്റ്റാൻഡ് വിട്ട് ബോളാണ്. 5 പേർക്ക് 5 കസേര. ഒരു കാര്യം അല്ലല്ല, 4 കസേര 4 ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒരു കസേര ഉണ്ട്. അപ്പൊ ഇത് അതിനുള്ളതാണ് കേട്ടോ. ശ്രദ്ധിക്കണം, തിരിഞ്ഞ് പുറകിലോട്ട് വന്നിരിക്കാൻ പാടില്ല, നേരെ മുമ്പോട്ട് പോയി ഇരിക്കണം കേട്ടോ. ഓക്കെ, ഒരുപോലെ നിർത്ത്. ഒരു കസേര അതിനുണ്ടോ? പേപ്പർ ഉണ്ടോ? ഇല്ല. ഓക്കെ, 3 കസേരയും 4 പേരുന്നും. ഓക്കെ, പാട്ട്. ഓക്കെ, ഒരു കസേര. up. കുഴപ്പമില്ല, ട്രയലാണ്, സാരമില്ല. സാരമില്ല, എന്റെ അനന്തരൻ അത് തന്നെ വേണം. ഒരു കസേര ഉണ്ട്. സന്തോഷം തന്നെയാണ്. അപ്പൊ ആരെപ്പോയതായ ആദ്യം വരുന്ന ആരാണ്? ആദ്യം വരുന്ന ആള് ആണ് സമ്മാനം. ഓക്കെ, ഓക്കെ. നമ്മുടെ മനുഷ്യന്റെ മകനാണ്. പുള്ളിക്ക് കാലിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. വീണ്ടും മനുഷ്യന്റെ മകൻ ഒന്നെങ്കിൽ ഫസ്റ്റ് അല്ല സെക്കൻഡ് തൂക്ക് കൊടുക്കണം. രണ്ടുപേരും എന്റെ മകനാണ്, എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. മോനെ നോക്കടാ. ഓക്കെ മോനെ, അപ്പുറത്താ. ഓക്കെ, രണ്ട് സൈഡിൽ ഇരിക്കുവാ, രണ്ട് സൈഡിൽ നോണ, രണ്ട് സൈഡാ. ഓക്കെ, ശരി.
കുഴപ്പമില്ല മോനെ കേട്ടോ. അപ്പം അടുത്ത വർഷം ഇതൊരു മത്സരമാണ്. ആ സ്വഭാവം കാണിക്കണം. ഓക്കെ അവിടെ നിന്ന് പ്രൈസ് കിട്ടത്തില്ല. അപ്പൊ ഒന്നാം സമ്മാനം ആരാണ്, രണ്ടാം സമ്മാനം അതൊന്നും കാണിക്കണം കേട്ടോ. ആശയിച്ച് ഉണ്ടായിപ്പോണെന്ന് വരില്ല കേട്ടോ. മണി തെളിയിക്കുന്നത് പ്രവീൺ വൈഫാണ്. മണി തെളിയുന്നത് മാറിപ്പോകേണ്ടതാണ്. കുമളിൽ നിന്ന് വന്ന ഉണ്ണി അകത്തോട്ട് കയറി വരുന്നതാണ്. ആദ്യ ഉടമ അനൂപ് അകത്തോട്ട് കയറി വരുന്നതാണ്. ലളിത ചേച്ചി അകത്തോട്ട് കയറി ഇരിക്കേണ്ടതാണ്. അസാധനമാണ് കേട്ടോ. സുരേഷിനോട് തൽക്കാലം പ്രസ് ചെയ്യൂ. അടുത്ത ഒരു കസേര മാറ്റാം. ഞങ്ങളുടെ സാരമില്ല, കാണിച്ചേ. അടുത്ത വർഷം കളിയുണ്ട് കേട്ടോ. ഓക്കെ.
ആരാണ് അവിടെ? രജി, അടുത്ത വർഷം കുമളി കൊടുക്കും. അടുത്ത വർഷം നമ്മൾ കപ്പെടുക്കും. ഓക്കെ, ഒന്നാം സമ്മാനം അടുത്തത് ജൂനിയർ സബലിചന്ദ്രൻ ഇങ്ങോട്ട് കടന്നു വേണ്ടതാണ്. ചെരുപ്പ് വേണേ, ചെരുപ്പ് ഊരിട്ടോ വേണല്ലേ? ചെരുപ്പ് ഊരിട്ടോ രണ്ടുപേരും. ആ കളത്തിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, ഓക്കെ, സ്റ്റാർട്ട്. കൈയടി. ഓക്കെ, സന്തോഷിന്റെ മകൻ ഒന്നാം സമ്മാനം രമചേച്ചിയുടെ മകൻ രണ്ടാം സമ്മാനം. ഓക്കെ, നല്ല കൈയടി. മോനെ പേര് പറഞ്ഞു പേര് പറഞ്ഞു പേര് പറഞ്ഞു. മലി 1 2 3 4 5 6 പാട്ടോ. ഓക്കെ, ഓടിപ്പോ. ഒന്നാം സമ്മാനം ആർക്കാണ് എന്നാണ്
ഒന്നാം സമ്മാനം സുരേഷ് ചേട്ടാ, രണ്ടാം സമ്മാനം വാങ്ങ്. നല്ല ആൾക്കാർ ഒന്ന് കൊടുത്തേ. ആരല്ല സൂചിയാലല്ല, സൂചിയാലല്ല. ആ ഇവിടെ കൊടുത്തതാണ്. താല്പര്യമുള്ള ആളുകൾ അവിടെ നിർണ്ണയിക്കണം. ഓക്കെ, പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നടന്നു കോർക്കേണ്ടതാണ്. നിൽക്കാൻ പാടില്ല, നിൽക്കുന്നത് ഫൗളാണ്. നടന്നു കോർക്കേണ്ടതാണ്. നടന്ന് പെരുക്കെ നടന്നാൽ മതി. നടന്നു വന്നാൽ മതി. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നടന്ന് പെരുക്കെ നടക്കുന്നതാണ്. നടക്കണം. നടന്നു വരുന്നതാണ്. ഉമ്മടിക്കാരി പോകുന്നു. 11 വാർഡിലെ ആളുകൾ പോകുന്നു എന്നുള്ള കഴിഞ്ഞില്ല. ഓർത്ത് ആർക്ക് സമ്മാനിച്ചില്ല. ഓർക്കാൻ മീറ്റിംഗ് ഇടയ്ക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ എത്തും. ആ ശരി, സാധാരണ വെച്ചേക്കുന്ന പോലെ. ഓക്കെ, വിട്ടുപോയി. വന്ന സമ്മാനം കേട്ടോ. അവരൊക്കെ വന്ന കാറ്റുണ്ട്. പെട്ടെന്ന് പരിപാടി പൂർത്തിയാക്കേണ്ടതാണ്. രഞ്ജു അവരെ നിയന്ത്രിക്കുക. അവർ എഴുതുന്ന കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, രഞ്ജു വോളണ്ടറിയായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടിക്ടോക്ക് താരമാണ് രഞ്ജു. ഓക്കെ, 4 പേർക്ക് നീ വേണം. എത്ര വേണം? ഓക്കെ, 4 പേർക്ക് കഴിഞ്ഞ ദൈവത്തെ ഓർക്കുന്ന ആദ്യം കൈ തരുന്നവർക്കുള്ള സമ്മാനം കേട്ടോ. ഓക്കെ, 2 പേര് സമ്മാനം കൊടുത്തു. 2 പേര് കൊടുത്തു. കൈ
താത്ത് ഇടുക. കൈതാത്തിൻ്റെ രഞ്ജു അത്ര ശരിയൊന്നുമല്ല, കൈതാത്തേണ്ടതാണ്. മണിയിലൊട്ടും ശരിയല്ല, കൈതാത്തേണ്ടതാണ്. രണ്ടും കൊച്ചാശ്ശേരിക്കാർ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അന്ന് മണിയിലും സുരേഷിനെ കൊണ്ടുപോയി. ഏത് കളറാണ് എന്ന് നോക്കുക. ഈ പെണ്ണുമ്പിളയോടെ ഈ പെട്ടെന്ന് വാടി എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രയാസപ്പെട്ടാണ് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ കൂടെ നിന്ന് ഓർക്കണം. അപ്പൊ ഇവരൊക്കെ കൂടുതൽ കാണിക്കണ്ടായി. ഈ പാവം പിടിച്ച പെണ്ണുങ്ങളായിട്ട് പെട്ടെന്ന് വാടി എന്ന് പറയുമ്പോൾ ഓർമ്മ എങ്ങനെയാ സാധിക്കുന്നു എത്രമാത്രം പ്രയാസപ്പെട്ടാണ് നിങ്ങൾ നോക്കണം. അതുകൊണ്ട് കേട്ടോ ഇവിടെ കൊടുക്കല്ല, ഇവിടെ കൊടുക്കില്ല, വേണമെങ്കിൽ നോക്കി ഓർക്കില്ല, ഇവിടെ കൊടുക്കല്ല. ഞാൻ പറയുമ്പോൾ അടിച്ച് മാറ്റി വേണം കേട്ടോ. എല്ലാം കൊടുത്ത് ഒന്ന് പാകമാണ് നോക്കുക. ഞാൻ പറയുമ്പോൾ അത് മാറ്റിക്കണം കേട്ടോ. ഓക്കെ, സാരി കാണാനേ പാടില്ല. സുശീല ചേച്ചി ഉണ്ടോ? സുശീല ചേച്ചി ഉണ്ടോ? എന്താ പെരുമ്പാമ്പോ ഇല്ലേ? സ്വാമി കുക്കിടാനുണ്ട്. ഞാൻ പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് ഇതെല്ലാം ഈ സാരി എല്ലാം അതുപോലെ കഴിച്ചു മാറ്റി കേട്ടോ. ഓക്കെ, ഞാൻ അഴിക്കാനാ പാട്. മനസ്സിലായി. മണിയെ എനിക്ക് ആ കാര്യം മനസ്സിലായി. സാരി ആരാ കൊടുത്ത് കൊടുക്കുന്ന കാര്യം മനസ്സിലായി. അവിടെ കലക അങ്ങേ അറ്റം കലക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം നമുക്ക് തുടങ്ങാം. എന്താ? ഓക്കെ, മേടിച്ച് നിങ്ങൾ പറ, ആരാണ് ഒന്നാം സമ്മാനം? ആരാണ് സോമേട്ടൻ്റെ അടിപൊളിയുണ്ട് നിൽക്കുന്ന ഇപ്പൊ ഉണ്ട്. ഒന്നാം സമ്മാനം ആരാണ്? പറ ഇവിടെ. അപ്പൊ തിരുവനന്തപുരം അനിച്ചേട്ടൻ ഒന്നാം സമ്മാനം. അപ്പൊ രണ്ടാരാണ്? മണിയന്. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് അടിക്കണോ? മത്സരകളി ജൂനിയർ വിഭാഗത്തിൽ ദക്ഷിണ ഒന്നാം സമ്മാനം. ഒന്ന് കൈയടിക്കണം. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ സുരേഷ്
ഹിമഗിരി സുരേഷ് ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മാനത്തിന് വേണ്ടി സുരേഷ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്ന ഒരു ദക്ഷിണ ദക്ഷിണ ഒന്നാം സമ്മാനം. ഓക്കെ, രണ്ടാം സമ്മാനവും സുരേഷ് നൽകുന്നതാണ്. ശിഖ രണ്ടാം സമ്മാനത്തിന് വേണ്ടി ശിഖയെ ഇല്ല, ഞാൻ ബാംഗ്ലൂര്. രണ്ടാം സമ്മാനം കച്ചേരികളെ ജോലികൾ ശിഖ കൈവരണം നേരിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അടുത്തയായിട്ട് കച്ചേരികളി ഇങ്ങനെ നോക്കട്ടോ. അപ്പം അടുത്തയായിട്ട് കൈയടി നന്ദൻ ബോയ്സ്. രണ്ടാം സമ്മാനം മഹീകൃഷ്ണനാണ്. മഹീകൃഷ്ണൻ ഉണ്ടോ? മഹീകൃഷ്ണൻ ഇല്ല. ഓക്കെ, അപ്പം ഒന്നാം സമ്മാനത്തിന് വേണ്ടി അർജുൻ സമ്മാനം കൊടുക്കുന്നില്ലേ? വിഭാഗത്തിന്റെ ഒന്നാം സമ്മാനം കൊച്ചാതിശ്ശേരി മാനസപുത്രനായ മണിച്ചിന് സമ്മാനം നൽകാൻ വേണ്ടി കാർഗിൽ വനാന്തരങ്ങളിൽ പട്ടാളക്കാരോട് വെടിവെച്ചുകൊണ്ട് ശബ്ദം കേട്ടുകൊണ്ട് ഗർജിത സിംഹത്തെ വിളിക്കുന്നു. സൈച്ചാനെ വിളിച്ചുകൊണ്ട് സൈച്ചൻ ചോദിക്കും ഞാനാണോ? സൈച്ചാൻ എങ്ങനെയാ പട്ടാളക്കാരൻ എന്ത് ചെയ്യും? ആണോ? അല്ലെന്ന് ഞാൻ അതല്ലാന്ന് ഞാൻ അത്രക്കാരനല്ലെന്നാണെന്ന് പറയുന്നത്. വന്നേ, ഞാൻ അത്രക്കാരനല്ലെന്ന്. സൈച്ചാനെ വേദി ക്ഷണിക്കുകയാണ്. മണിയനെ സമ്മാനം നൽകാൻ വേണ്ടി സീനിയർ ബോയ്സ് കസേരകളിൽ ഒന്നാം സമ്മാനം മണിയൻ അങ്ങാടിക്കൽ സമ്മാനം നൽകാൻ വേണ്ടി സൈച്ചേട്ടനെ ഹാർദമായി സ്വാഗതം ചെയ്യും. ഓക്കെ, രണ്ടാം സമ്മാനം രാമസ്വാമി. സൈച്ചേട്ടൻ്റെ വെല്ലിച്ചൻ്റെ പ്രായമുണ്ട്, അങ്ങനെ സമ്മാനം കൊടുത്തു കേട്ടോ. സൈച്ചാ രണ്ടാം സമ്മാനം വെല്ലിച്ചൻ്റെ പ്രായമുണ്ട്. രാമസ്വാമി. രണ്ടാം സമ്മാനം രാമസ്വാമി, നമ്മുടെ അനുവിൻ്റെ അച്ഛനാണ്. അത് കൈയടിക്കുന്നു. ഓക്കെ, ഇത് രണ്ടുപേരും സ്നേഹത്തോടെ ഇരിക്കും. മതി. അടുത്ത സീനിയർ ഗേൾസ് ഒന്നാം സമ്മാനം ആശ. സുശീലാമ 2 മണിക്ക് തൊട്ട് വന്നിരിക്കുന്ന ആളാണ്. സുശീലാമേ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല കൈയടിച്ച്. അപ്പം സീനിയർ ഗേൾസ് കസേരകളിൽ ആശയത്തിന് സമ്മാനം കൊടുക്കുന്ന പ്രശ്നം കൈയടിച്ച് മനഃപ്പെടുന്നുണ്ടോ? ഫോട്ടോ വീഡിയോ വേണം കേട്ടോ. ഓക്കെ, രണ്ടാം സമ്മാനം സുല്ലം വന്നിട്ടില്ല. ഓക്കെ, ശരി. ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ ജൂനിയർ ബോയ്സ് വിഭാഗം ഒന്നാം സമ്മാനം നന്ദൻ. ഈ സമ്മാനം നൽകാൻ വേണ്ടി മണിയൻ അങ്ങാടിക്കലെ വിളിക്കുന്നു. ജൂനിയർ ബോയ്സ് ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ നന്ദന് സമ്മാനം നൽകാൻ വേണ്ടി മണിയൻ അങ്ങാടിക്കലെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാം സമ്മാനം ജിതന് സമ്മാനം നൽകുവാൻ വേണ്ടി വീണ്ടും മണിയും ഓക്കെ. അടുത്ത സൂര്യ നൂൽകോർക്കൽ മത്സരമാണ്. സീനിയർ ബോയ്സ് ഒന്നാം സമ്മാനം അർജുൻ രാജ്. അർജുൻ സമ്മാനം നൽകാൻ വേണ്ടി ഞങ്ങളെ സോമണ്ണനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ പൊന്നെ സോമണ്ണൻ ഒന്നാം സമ്മാനം നൽകാൻ വേണ്ടി സോമണ്ണനെ ക്ഷണിക്കുകയാണ്. രണ്ടാം സമ്മാനം ഒന്നാം സമ്മാനം സീനിയർ ബോയ്സ് സൂചി നൂൽകോർക്കൽ ഒന്നാം സമ്മാനം നൽകാൻ വേണ്ടി അർജുൻ. ഹലോ, സമ്മാനം വിളിച്ചേ കൊള്ളാം.
കേട്ടോ. ഓക്കെ, രണ്ടാം സമ്മാനം ആര്യയെ ക്ഷണിക്കുന്നു. ആര്യ, ഓ കുമ്പളിയിൽ നിന്ന് ഇതാണ് ആര്യ. ഓക്കെ, അടുത്ത സോണിന് പോകാൻ മതി. ചിരിച്ചൊക്കെ മതി. ഇത്ര ഫോൺ 2 ഫോൺ കഴിഞ്ഞ അടുത്ത കാണിച്ചാ സിബി മട്ടക്കൽ. ഓക്കെ, സിബി അർപ്പണം നൽകാൻ വേണ്ടി വിളിക്കുന്നു. നന്ദനുടെ സിബി മട്ടക്കല് വേദിയിലേക്ക് വരുന്നതാണ്. സിബി മട്ടക്കലിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞങ്ങളെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സിബി മട്ടക്കൽ സൂര്യ വർക്കല്. ഒന്നാം സമ്മാനം നന്ദൻ മേടിച്ച്. രണ്ടാം സമ്മാനം കണ്ണവിടെ നമ്മുടെ ദൊരേണ്ട മോനാണ് കണ്ണന് ഒരു 4 പ്രൈസ് ഉണ്ട് കേട്ടോ. ഈ പ്രൈസ് എടുത്തുകൊണ്ട് ഒരു നാളല്ലേ. സിബി കൊടുക്കുകയാണ് സമ്മാനം. അടുത്ത ജൂനിയർ ഗേൾസ് ആണ്. ഒന്നാം സമ്മാനം ശിഖ സമ്മാനം നൽകാൻ വേണ്ടി നമ്മുടെ രഞ്ജു ആർ പിള്ളയെ ക്ഷണിക്കുന്നത്. രഞ്ജു ആർ പിള്ള ടിക്ടോക്ക് താരമായ രഞ്ജു ആർ പിള്ളയാണ്. നിങ്ങൾക്ക് വേണ്ടി 1-2 മിമിക്സ് ശബ്ദങ്ങൾ കൂടി അദ്ദേഹം എടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സദസ്സിനെ മനോഹരമാക്കുവാൻ വേണ്ടി 1-2 മിമിക്സ് ശബ്ദങ്ങൾ അദ്ദേഹം എടുക്കുന്നതാണ്. പുള്ളി എടുക്കുന്ന നല്ല ശബ്ദമുണ്ട്. നമ്മുടെ പുള്ളി നമ്മുടെ വിജയരാഘവന്റെ അപ്പന്റെ ശബ്ദം എന്നപ്പോഴല്ലേ എന്തുകൊണ്ടെന്റെ വാനാമണിയെ എന്തുകൊണ്ടെന്റെ ശ്വേതയാണെന്നില്ല എടോ എന്തിനാണ് സമ്മാനം കിട്ടാത്താലും ഉണ്ടോ? പറഞ്ഞു ഇനി ഞാൻ സമ്മാനം കിട്ടാൻ അടുത്തയായി നമ്മുടെ സുശീൽ ചേച്ചിന്റെ അയൽവാസിയായ സുശീലിന്റെ ഒരു സമ്മാനം. എന്തിനാണ് ഈ സമ്മാനം എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരുപാട് സമ്മാനം മാത്രം കൊടുക്കുക കേട്ടോ. വേറെ ഒരു കാര്യം പറയാനില്ല. ഞാൻ കൊടുക്കുന്നു. എൻ്റെ പെങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി ഞാൻ വേദിയിൽ ക്ഷണിക്കുകയാണ്. ഒരു കാര്യമില്ല, ഒരുപാട് സമ്മാനം നമ്മൾ കൊടുക്കുക കേട്ടോ. വന്നാണ് സുരേഷേട്ട സമ്മാനം കിട്ടിയോ? സോമണ്ണ കിട്ടി, സജൻ കിട്ടി, കിട്ടി എല്ലാം കിട്ടിയോ? സമ്മാനം വേണ്ടി ആദ്യത്തെ ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് വെക്കുക. പോലെ എല്ലാവരും ചെയ്തു വരിക. നമ്മളെ മറന്നുപോയി ഇത്രയും നേരം. ഓണം അവസാനിക്കാൻ പോവുകയാണ്. തിരുവോണം. എല്ലാവരും വിജയിക്കുന്ന എല്ലാവരും കാരണം ഇവിടെ ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അടുത്തായിട്ട് നമ്മുടെ പ്രോഗ്രാം എഫേർട്ട് എടുത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ ശരത്തേട്ടന് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സോമചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരിപാടി അവസാനിക്കണം. അപ്പൊ എല്ലാവരും ഒന്ന് സീക്രട്ട് വരണം. ഒരു നല്ല അടിച്ചുപോയി പാട്ടിടുന്നു. എല്ലാവർക്കും മോർണിംഗ്
നമ്മുടെ ധനച്ചേച്ചിയുടെ മകള് വേദിയിലേക്ക് വരുന്നതാണ്. ധനച്ചേച്ചിയുടെ മകൾ